Hi students, നമ്മൾ ബ്ലോക്ക് 6ൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് മീൻ ബൈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്, സ്റ്റേറ്റ് ദ കൺസിഡറേഷൻ ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ് വൈൽ ചൂസിങ് എൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും എന്താണ്, നമ്മളൊരു സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്യുമ്പോൾ, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ്. അപ്പോൾ ആദ്യം എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് നോക്കാം. ഒരു അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഷുഡ് ബി ഡിവൈസ്ഡ് ആസ് എൻ എഫക്റ്റീവ് ടൂൾ ദാറ്റ് പ്രൊവൈഡ് ഇൻഫോർമേഷൻ വിച്ച് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഒരു അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ഡിവൈസ് ചെയ്യണം, ഒരു എഫക്റ്റീവ് ടൂളായിട്ട്, അതായത് നമുക്ക് ഇൻഫോർമേഷൻ പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഇൻഫോർമേഷൻ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഒരു അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത്. The more complicated the financial activities of business are, the more likely it will need a computerized accounting system. ഇനി എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം, അത് നോക്കിയാൽ മതി. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ഇൻവോൾവ്സ് making use of computers and accounting software to record, store and analyze financial data. These are software programs that are stored on a company's computer, a network server or remotely accessible through internet. അപ്പോൾ എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. സോ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ഇൻവോൾവ്സ് മേക്കിംഗ് യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. നമ്മൾ കമ്പ്യൂട്ടറും അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറും ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ ഡാറ്റാസ് റെക്കോർഡ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. ഇനി ഇതൊക്കെ എന്താണ്, ഒരു സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ്. അത് നമ്മുടെ കമ്പനിയുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഒരു നെറ്റ്വർക്ക് സെർവറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് നമുക്ക് എവിടെ റിമോട്ട്ലി നമുക്ക് ഇൻ്റർനെറ്റ് വഴി എവിടെയും നമുക്ക് ആക്സസിബിൾ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കമ്പ്യൂട്ടേഴ്സും ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഫിനാൻഷ്യൽ ഡാറ്റാസ് എന്ത് ചെയ്യാണ്, റെക്കോർഡ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് റെപ്രസെൻറ്റ്സ് ടെക്നോളജിക്കൽ അച്ചീവ്മെൻറ്റ്സ് in the field of business accounting, which allows the users to set up income and expense accounts. Computerized accounting represents a technological advancement in the field of business accounting. Computerized accounting എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ആണ് വരുന്നത്, ബിസിനസ് അക്കൗണ്ടിങ്, ആൻഡ് allows the users to keep up income and expense account which are rented or sales income, salaries, advertising expenses and material cost. അപ്പോൾ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ടും ഒക്കെ എന്താണ് സെറ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ആണ് ബിസിനസ് അക്കൗണ്ടിങ്ങിൽ. അപ്പോൾ യൂസേഴ്സിന് അവരുടെ ഇൻകം എക്സ്പെൻസ് അക്കൗണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ദേ ക്യാൻ ആൾസോ മേക്ക് യൂസ് ഓഫ് ബാങ്ക് അക്കൗണ്ട് മാനേജ് ചെയ്യാൻ സാധിക്കും, ബില്ല് പേ ചെയ്യാൻ സാധിക്കും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം, പ്രിപ്പയർ ബഡ്ജറ്റ്. അതേപോലെ ആൾസോ depending upon the program, some of accounting system also allow users to prepare tax documents, handle payroll and manage project costing. So computerized accounting എന്ന് പറഞ്ഞാൽ അതിലെന്താണ്, കമ്പ്യൂട്ടേഴ്സും അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറും ഉപയോഗിച്ച് ഫിനാൻഷ്യൽ ഡാറ്റാസ് റെക്കോർഡ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, അനലൈസ് ചെയ്യുക. അതാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും എന്താണ്. അഡ്വാൻറ്റേജസ് ഓട്ടോമേഷനാണ്. സോ എല്ലാ കാൽക്കുലേഷൻസും സോഫ്റ്റ്വെയർ ആണ് ഹാൻഡിൽ ചെയ്യുക, ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എലിമിനേറ്റ്സ് മെനി ഓഫ് ദ
ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്, നമ്മുടെ ഒരുപാട് ടൈം കൺസ്യൂമിങ് പ്രോസസ്സൊക്കെ ഒഴിവാക്കാൻ നമുക്ക് ഏതിലൂടെ സാധിക്കും? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലൂടെ സാധിക്കും. അതേപോലെ തന്നെ അക്യുറസി, ദ അക്കൗണ്ടിങ് സിസ്റ്റം ഈസ് ഡിസൈൻഡ് ടു ബി അക്യുറേറ്റ്. നമ്മുടെ എന്താണ് അക്യുറസി ഉണ്ടായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്? ഓട്ടോമേഷനാണ് സോഫ്റ്റ്വെയർ. നമുക്ക് എന്താണ് ടൈം കൺസ്യൂമിങ് അല്ല, പെട്ടെന്ന് തന്നെ നടക്കും, ഓട്ടോമേഷനാണ്. അതേപോലെ തന്നെ അക്യുറസി ഉണ്ടായിരിക്കും, ഡാറ്റ ആക്സസ് ഉണ്ടായിരിക്കും. യൂസിങ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഇറ്റ് ബിക്കം ഈസിയർ ഫോർ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ടു ആക്സസ് അക്കൗണ്ടിങ് ഡാറ്റ ഔട്ട്സൈഡ് ദ ഓഫീസ്. ഓഫീസിൻ്റെ പുറത്തുനിന്ന് തന്നെ ഡാറ്റാസ് ആക്സസ് ചെയ്യാൻ സാധിക്കും സെക്യൂർലി. ദിസ് ഈസ് പർട്ടിക്കുലർലി ട്രൂ ഇഫ് an ഓൺലൈൻ അക്കൗണ്ടിങ് സൊല്യൂഷൻ ഈസ് ബീങ് യൂസ്ഡ്. അപ്പോൾ നമ്മളൊരു ഓൺലൈൻ ഡാറ്റ ആക്സസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഓൺലൈൻ അക്കൗണ്ടിങ് സൊല്യൂഷൻസ് ഉപയോഗിക്കാം ഡാറ്റാസ് ആക്സസ് ചെയ്യാൻ. പിന്നെ ഈസി റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ ഇൻ വേരിയസ് ഫോർമുലാസ്, നമുക്ക് പലതരം ഇക്വേഷൻസിൽ റെപ്രസെൻറ്റ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ. Viewing the accounts using a computer allows the users to take advantage of the options to view the data in different format. That is, one can view data in tables and using different types of charts. So നമുക്ക് റെപ്രസെൻറ്റേഷൻ, ഡാറ്റാസ് റെപ്രസെൻറ്റേഷൻ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ റിലയബിലിറ്റി ആണ്. Since the calculations are very accurate, the financial statements prepared by computers ആർ ഹൈലി റിലയബിൾ. അപ്പം നമുക്ക് റിലയബിൾ, വിശ്വസിക്കാവുന്നതാണ്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ സ്കെയിലബിൾ എന്ന് പറഞ്ഞാൽ ദ അക്യുറസി ഗ്രോസ്, ദ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് എൻറ്റേർഡ് ഇൻ ടു എ സിസ്റ്റം ഇൻക്രീസസ്. ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് ദ നീഡ് ഓഫ് അക്കൗണ്ടിങ് നോട്ട് ഓൺലി ഇൻക്രീസസ് ബട്ട് ഓൾസോ ബിക്കം മോർ കോംപ്ലക്സ്. അപ്പോൾ നമുക്കിവിടെ എന്താണ് ട്രാൻസാക്ഷൻസ് കൂടിയെന്നതോട് കൂടിയിട്ട് എന്തിൻ്റെ ആവശ്യകത വന്നു? അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യകത വന്നു. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലൂടെ everything is kept straightforward because shifting data using software is easier than shifting through a bunch of papers. അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ computerized accounting, everything is kept straight forward because shifting data using software is easier than ഷിഫ്റ്റിംഗ് ത്രൂ എ ബഞ്ച് ഓഫ് പേപ്പേഴ്സ്. അപ്പോൾ നമുക്ക് ഡാറ്റാസ് മാറ്റാൻ എളുപ്പമാണ്. സോഫ്റ്റ്വെയർ വഴി നമുക്ക് ഡാറ്റാസിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ സ്പീഡാണ്. യൂസിങ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ദ എൻറ്റയർ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് അക്കൗണ്ട്സ് ബിക്കം ഫാസ്റ്റർ. നമുക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട്, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് സ്പീഡിൽ നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാൻ സാധിക്കും, റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ മാനേജേഴ്സിനൊന്നും അവേഴ്സ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് പെട്ടെന്ന് തന്നെ അവിടെ റിപ്പോർട്ട് ഹാൻഡ് ഓവർ ചെയ്യാൻ സാധിക്കും. പിന്നെ സെക്യൂരിറ്റി ആണ്. നമുക്ക് ലേറ്റസ്റ്റ് ഡാറ്റയൊക്കെ സേവ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ഒക്കെ സാധിക്കും. അവിടെ സെക്യൂരിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നാച്ചുറൽ ഹസാർഡ്സ്, എർത്ത് കേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇൻഫോർമേഷൻസൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഡിസാസ്റ്റേഴ്സ് വരുമ്പോൾ നമുക്ക് റീസ്റ്റോർ ചെയ്യാനൊക്കെ സാധിക്കും. സിസ്റ്റം മറ്റുള്ള കമ്പ്യൂട്ടറിലേക്ക് മാറ്റാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഇതെല്ലാം നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലൂടെ നമുക്ക് സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ സാധിക്കും. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് പേപ്പർ ബേസ്ഡ് അക്കൗണ്ടിങ്ങിനേക്കാൾ എന്തായിരിക്കും? എഫക്റ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ നാച്ചുറലി വർക്ക് വിൽ ബി ഡൺ ഫാസ്റ്റർ. പെട്ടെന്ന് തന്നെ നമുക്ക് സ്പീഡിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് പറഞ്ഞത്. ഇനി ഡിസഡ്വാൻറ്റേജസ് ആണ്. കോസ്റ്റ് ഓഫ് സോഫ്റ്റ്വെയർ ആണോ ഒന്നാമത്തെ പറയുന്നത്? ഓക്കെ, ഡിസഡ്വാൻറ്റേജസ് ആണ്. ഫസ്റ്റ് വൺ പറയുന്നത് കോസ്റ്റ് ഓഫ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയറിൻ്റെ കോസ്റ്റ് കൂടുതലായിരിക്കും കമ്പ്യൂട്ടർ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൻ്റെ. നമ്മൾ സോഫ്റ്റ്വെയർ വാങ്ങിക്കണം. ചില സോഫ്റ്റ്വെയറിൽ അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ യു മസ്റ്റ് ആൾസോ എൻഷുർ ദാറ്റ് യുവർ കമ്പ്യൂട്ടർ ഈസ് ക്യാപ്പബിൾ ഓഫ് റണ്ണിങ് ദാറ്റ് സോഫ്റ്റ്വെയർ. നമ്മൾ വാങ്ങിക്കുന്ന സോഫ്റ്റ്വെയർ റൺ ചെയ്യാൻ ക്യാപ്പബിൾ ആയ ഒരു കമ്പ്യൂട്ടർ ആയിരിക്കണം നമ്മുടേത്.
അല്ലെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യണം. അതേപോലെ നമുക്ക് ഓരോ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ, പല അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർക്ക് നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ കൂടി ചിലപ്പോൾ വേണ്ടി വരാറുണ്ട്. അതായത് PDF വേണം, സ്പ്രെഡ്ഷീറ്റ് വേണം, അതല്ല എക്സൽ സ്പ്രെഡ്ഷീറ്റ് വേണം, അല്ലെങ്കിൽ PDF അങ്ങനത്തെ വേറെ സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യകതയുണ്ട്. ദിസ് അലോസ് യൂസേഴ്സ് വിത്തൗട്ട് ദ ആക്സസ് അക്കൗണ്ടിങ് പ്രോഗ്രാം ടു വ്യൂ ദ ഡാറ്റ. അപ്പോൾ ഡാറ്റാസൊക്കെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചിലവ് കൂടുതലാണ്. നമുക്ക് വേറെ ഈ സോഫ്റ്റ്വെയർ ഇതിൻ്റെ കൂടെ വാങ്ങേണ്ടി വരും. അപ്പോൾ എക്സ്പെൻസ് കൂടുതലാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ. ആദ്യത്തെ ലിമിറ്റേഷൻ പറയുന്നത്. പിന്നെ റിലയൻസ് ഓൺ കമ്പ്യൂട്ടേഴ്സ്. നമ്മൾ കമ്പ്യൂട്ടേഴ്സിനെ മാത്രം ആശ്രയിച്ചിട്ട് തന്നെ ഇരിക്കുന്നത്. കമ്പ്യൂട്ടേഴ്സിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാസ് ഫുള്ള് നമുക്ക് നഷ്ടപ്പെടും. സോ അത് അല്ലെങ്കിൽ കേട് വന്നാൽ അത് നേരെയതിന് ശേഷം മാത്രമേ നമുക്ക് അതിലത്തെ ഡാറ്റാസ് എടുക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ നഷ്ടപ്പെട്ടാൽ നമുക്ക് ആ ഡാറ്റാസൊക്കെ വീണ്ടും എൻ്റർ ചെയ്യേണ്ടി വരും. അടുത്ത ലിമിറ്റേഷൻ ഫ്രോഡാണ്. നമുക്ക് സെക്യൂരിറ്റി അത്യാവശ്യമാണ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ. ബിക്കോസ് ഫ്രോഡ്, എംബസിൽമെൻ്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. സോഫ്റ്റ്വെയർ മേക്കേഴ്സ് ഈസ് ഈസിയർ ഫോർ യൂസേഴ്സ് ടു ആൾട്ടർ ഡാറ്റ. ചിലപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയറിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ ചിലപ്പോൾ എളുപ്പത്തിൽ ഡാറ്റാസ് ഓൾട്ടറേഷൻ വരുത്താനൊക്കെ സാധിക്കും. സോ ഒരു ഫ്രോഡ് അവിടെ വരാനുള്ള സാധ്യത ഉണ്ട്. ആസ് എ റിസൾട്ട് ദർ ഈസ് എൻ ഇൻക്രീസ്ഡ് നീഡ് ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ്. ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സിൻ്റെ ആവശ്യകത അവിടെ കൂടുന്നുണ്ട് ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ. സെക്യൂരിറ്റി മെഷേഴ്സ് മസ്റ്റ് ആൾസോ ബി ടേക്കൺ ടു ലിമിറ്റ് ദ എമൗണ്ട് ഓഫ് കൺട്രോൾ. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി മെഷേഴ്സ് എടുക്കണം കൂടുതലായിട്ട്. പിന്നെ ഹ്യൂമൻ എറർ. നമുക്ക് ഹ്യൂമൻ എറർ വരാൻ സാധ്യത ഉണ്ട്. നമ്മൾ നമ്പേഴ്സ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യാതിരിക്കുമ്പോഴും ഒക്കെ പലപ്പോഴും നമുക്ക് എന്തിന് സാധ്യത ഉണ്ട്? ഹ്യൂമൻ എററിന് സാധ്യത ഉണ്ട്. നെക്സ്റ്റ് വൺ, ട്രെയിനിങ്. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ റിക്വയർസ് ട്രെയിനിങ്. നമുക്കത് ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ ട്രെയിനിങ് വേറെ കിട്ടണം. സോ നമുക്കൊരു എക്സ്പീരിയൻസ്ഡ് അക്കൗണ്ടൻ്റ് ആണെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ എല്ലാ ഇതും ഡീറ്റെയിൽസും നമ്മൾ പഠിച്ചിരിക്കണം. സോ ദ ലേണിംഗ് കർവ് ക്യാൻ റിസൾട്ട് ഇൻ ഓൺലി കോസ്റ്റ്ലി എഫേഴ്സ്. അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് ചിലവ് കൂടുതലാണ്. അടുത്ത ടൈമാണ്. മെനി അക്കൗണ്ടൻസ് ഫൈൻഡ് ദാറ്റ് taking time to enter data into accounting software that is just to write it. അപ്പോൾ നമുക്ക് ടൈം എന്ന് പറയുന്നത് ഡാറ്റാസ് ഇടയ്ക്കിടയ്ക്ക് എൻ്റർ ചെയ്യുക എന്ന് പറയുന്നത് that does not write up for any it into the spreadsheet. അടുത്ത ടൈമാണ്. മെനി അക്കൗണ്ടൻസ് ഫൈൻഡ് ദാറ്റ് ഇറ്റ് ടേക്സ് മോർ ടൈം ടു എൻ്റർ ഡാറ്റ എൻ്റർ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലായത്. ദെൻ more time to need the data into accounting software, and this does to write or object type to include a balance sheet. Then it is a software that requires numerous steps to enter basic data. ഒരു സോഫ്റ്റ്വെയറിലാണ് ഒരുപാട് റിക്വയർമെൻറ്റ്സ് വരിക എങ്ങനെ ഡാറ്റ ഫയൽ ചെയ്യണം എന്നൊക്കെ. സോ